സമയം കാലത്ത് ഏകദേശം 7:30 മണിയായിട്ടോ. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സൂറിക്ക് മെയിൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഇതാ വരുന്നതാണ് നമ്മുടെ ട്രെയിന്. ഇന്ന് സൺഡേ ആയതുകൊണ്ടും ഇത്രയും നേരത്തെ ആയതുകൊണ്ടും തന്നെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മുടെ യാത്ര നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ മേറിങ്കൻ എന്ന സ്ഥലത്തോട്ടാണ്. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് അവിടെ ഇറങ്ങിയിട്ട് വേണം കേട്ടോ പോകാൻ. നമ്മുടെ ട്രെയിൻ അങ്ങനെ സ്റ്റാർട്ടായിട്ടോ. സൂറിക് ടു ലുസൈൻ ആണ് ഈ ട്രെയിന്. ലുസൈൻ പോയിട്ട് വേണം കേട്ടോ അടുത്ത ട്രെയിൻ എടുക്കാൻ. സൂറിക്ക് ലേക്കിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂറിക് ടു ലുസൈൻ റൂട്ട് നല്ലൊരു റൂട്ടാണ്. ഞാൻ 2023 ടൂറിസ്റ്റ് ആയിട്ട് വന്ന സമയത്ത് ലുസൈൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ അവിടുത്തെ നിയർ ബൈ അട്രാക്ഷൻസൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം മറ്റൊരു മനോഹരമായ പ്ലേസാണ് കേട്ടോ. ആ പ്ലേസ് നമുക്ക് വഴിയെ കാണാം. സൂറിക് ടു ലുസൈൻ യാത്ര ഏകദേശം 45 to 50 മിനിറ്റ്സിൻ്റെ സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ഏകദേശം ഇപ്പോൾ ലുസൈൻ സ്റ്റേഷനിലോട്ട് എത്താറായി. അങ്ങനെ നമ്മൾ ലുസൈൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. സൂറിക്ക് പോലെ അധികം പ്ലാറ്റ്ഫോംസ് ഒന്നും ഇവിടെ ഇല്ല. പക്ഷേ എപ്പോഴും ഇവിടെ വരുമ്പോൾ നല്ല റഷായിട്ടാണ് കാണാറ്. എന്നാൽ ഇന്ന് വലിയ റഷ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സൺഡേ ആയതുകൊണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ മലയാളീസിനെ കാണാൻ കഴിയുക നമുക്ക് ഈ സ്റ്റേഷനിൽ വരുമ്പോഴാണ് കേട്ടോ. ഒരുപാട് ഫേമസ് ടൂറിസ്റ്റ് പ്ലേസസിലേക്ക് ഇവിടെ നിന്നാണ് കണക്ഷൻ കിട്ടുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇവിടെ വരുന്നത്. നമ്മുടെ ഇന്ത്യക്കാർ ടൂറിസ്റ്റായിട്ട് ധാരാളം വരുന്ന സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ധാരാളം മലയാളീസിനെയും ഇന്ത്യൻസിനെയും കാണാൻ പറ്റാറുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ട്രെയിൻ 15 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ട്രിപ്പിലെല്ലാം കണക്ഷൻ ട്രെയിൻസ് ഗ്യാപ്പ് വളരെ കുറവായിരുന്നു. പലപ്പോഴും ട്രെയിൻ കിട്ടാൻ വേണ്ടി കുറേ ഓടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് നല്ല റിലാക്സ് ആയിട്ട് ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള സമയമുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ട്രെയിൻ അങ്ങനെ വരുന്നുണ്ട്. ഇതാ കാണുന്നതാണ് നമ്മുടെ ട്രെയിന്. ഈ ട്രെയിനിലോട്ട് കയറാൻ അത്യാവശ്യം തിരക്കുണ്ട്. പ്ലാറ്റ്ഫോമിൽ നിറച്ച ആൾക്കാരുണ്ട്. നമ്മളങ്ങനെ ട്രെയിൻ കയറി. നല്ലൊരു സീറ്റ് തന്നെ നമുക്ക് കിട്ടി. ഇത് അത്യാവശ്യം സീനിക്കായിട്ടുള്ള ജേണി ആയതുകൊണ്ട് തന്നെ ട്രെയിനിൻ്റെ വിൻഡോസ് എല്ലാം വളരെ വൈഡായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വിൻഡോസാണ് ഈ ട്രെയിനിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മലയാളികളടക്കം ഈ ട്രെയിനിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലുസൈൻ സ്റ്റേഷൻ വിട്ടിരിക്കുകയാണ്. ട്രെയിൻ അത്യാവശ്യം സ്പീഡിലായി തുടങ്ങി. ദേവുട്ടിയുടെ ഒരു പല്ല് കഴിഞ്ഞ ദിവസം പറഞ്ഞു പോയി കേട്ടോ. അവൾക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ അവൾ യോഗട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാ യാത്രകളിലും പറ്റുന്ന ഭക്ഷണങ്ങൾ കൈപിടിക്കും കേട്ടോ. അതാണ് കുറച്ചും കൂടി നമുക്ക് എക്കണോമിക്കലായിട്ട് യാത്ര പോകാൻ നല്ലത്. എന്നാലും ഒരു നേരം നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. അങ്ങനെ നല്ല നല്ല കാഴ്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ട കാഴ്ചകളെല്ലാം പ്രത്യേക അനുഭവങ്ങളാണ് കേട്ടോ. ഓരോ ഫ്രെയിംസും ഒന്നിനൊന്ന് മെച്ചാണ്. ഞാനൊരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറൊന്നുമല്ല. ഒരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ഇവിടെ വന്നാൽ അയാൾ ശരിക്കും പെട്ടുപോകും കേട്ടോ. എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാണ്ടേ. പുഴകളും മലകളും പച്ച പരവതാനി പോലെ പുൽമേടുകളാൽ സമ്പുഷ്ടമായ ഒരു പ്രകൃതിയാണ് കേട്ടോ ഈ സ്വിറ്റ്സർലാൻഡിൻ്റേത്. അതുകൊണ്ട് തന്നെ എത്ര കണ്ടാലും നമുക്ക് മടുപ്പ് തോന്നില്ല കേട്ടോ ഈ കാഴ്ചകൾ. ഭൂമിയിലെ സ്വർഗമായി വിശേഷിപ്പിക്കുന്ന ഈ നാട്ടിൽ ഇന്ന് വരെ വരാത്തവർക്കും ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഈ വീഡിയോ കാണുന്ന വഴി സാധിക്കട്ടെ. അതുപോലെ തന്നെ വരാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഞാൻ 2023 ടൂറിസ്റ്റായിട്ട് വന്ന സമയത്ത് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ആ ഒരു സൗന്ദര്യമല്ല ഇപ്പോഴത്തെ സൗന്ദര്യം. ഇപ്പോൾ സ്പ്രിംഗ് സീസണാണ്. സോ അതിൻ്റേതായ പച്ചപ്പിലാണ് ഈ മരങ്ങളെല്ലാം നിൽക്കുന്നത്. എന്നാൽ ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഈ വഴി പോയ സമയത്ത് ഒരു ഓട്ടം സീസണായിരുന്നു. ഒരു വിൻ്ററിലോട്ട് കടക്കാൻ പോകുന്ന ആ ഒരു സമയമായിരുന്നു. പക്ഷേ ആ സമയത്തെ സൗന്ദര്യം ഇതുമല്ല. ഇതിനേക്കാൾ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം ഈ മരങ്ങളുടെ ഇലകളെല്ലാം മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലോട്ടും മാറും എന്നുള്ളതാണ്. പച്ച വിരിച്ച് നിൽക്കുന്നതിലും ഭംഗിയാണ് ആ സമയത്ത് ഈ ഒരു പ്രകൃതി കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ആ ഒരു സമയമാണ് ഏറ്റവും ഇഷ്ടം. ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക.
അങ്ങനെ ആ മനോഹരമായ യാത്രയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങൾ മീറിങ്കൻ എന്ന് പറയുന്ന വില്ലേജിൽ എത്തിയിട്ടോ. ഇതൊരു ചെറിയ സ്റ്റേഷനാണ്. ഞങ്ങളവിടെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് പോവേണ്ട ഡെസ്റ്റിനേഷനിലോട്ടുള്ള ബസ്സാണ് അവിടെ നിൽക്കുന്നത്. ആ യെല്ലോ കളറിലുള്ള ബസ്സാണ് നമുക്ക് പോവേണ്ടത്. ഇവിടെ സർവീസ് നടത്തുന്ന ബസ്സുകളെല്ലാം ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ, ഈ ഒരു യെല്ലോ റെഡ് ബ്ലാക്ക് തീമിൽ. ഇത് നല്ല മനോഹരമായ ഒരു വില്ലേജാണ്. ചുറ്റും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെറിയ വില്ലേജാണ്. ഇതാണ് കേട്ടോ മീറിങ്കൻ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഇവിടുന്ന് ഇനി പോകാൻ പോകുന്നത് സ്വിറ്റ്സർലാൻഡിലെ തന്നെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടാണ്. ആരെ ഗോർച്ച് എന്നാണ് പറയുക. ആരെ ഗോർച്ച് എന്നും ആരെ സ്ലോട്ട് എന്നും ഒക്കെ പറയും. ആരെ സ്ലോട്ട് എന്ന് എനിക്ക് തോന്നുന്നു ജർമ്മനിലാണ് പറയാമെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല അടിപൊളി ഒരു ലൊക്കേഷനാണ്. നമ്മളവിടേക്ക് പോകാനുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് ആ ബസ്. ഇപ്പോൾ നല്ല തിരക്കുണ്ട്, ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.